അനുഗ്രഹം നൽകുന്ന വൃക്ഷം. ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. അയാൾ തളർന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായി. അയാൾക്ക് വിശ്രമിക്കാൻ ഒരു തണൽ ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു. അതിന്റെ അടുത്തേക്ക് നടന്നു. വൃക്ഷത്തിന്റെ തണലിലെത്തിയപ്പോൾ അല്പം ജലം കിട്ടിയാൽ നന്ന് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത ജലം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതെടുത്തു കുടിച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന് മനസ്സിലായി, താൻ ഇരിക്കുന്നത് ഒരു മാന്ത്രിക വൃക്ഷത്തിന് ചുവട്ടിലാണെന്ന്. എന്താഗ്രഹിച്ചാലും അത് ഈ വൃക്ഷം സാധിച്ചു തരുമെന്ന്. യാത്രക്കാരൻ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് മയങ്ങണമെന്ന് തോന്നി. അദ്ദേഹം ഒരു മെത്ത ലഭിക്കാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ മെത്ത ലഭിച്ചു. അതിൽ കിടന്നു. കുറെ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കാൽ വേദനിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കാൽ തടവുവാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാൽ തടവുവാൻ തുടങ്ങി. അദ്ദേഹം നല്ല പോലെ ഉറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ ആ യുവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി, ഇത് എന്ത് അത്ഭുതമാണ്! ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നു അതെല്ലാം സാധിക്കുന്നു. ഇത് ഏതെങ്കിലും ദുഷ്ടശക്തിയുടെ മാന്ത്രിക ശക്തിയാണോ? ഈ സ്ത്രീ ഒരു ദുഷ്ടശക്തിയാണോ? അപ്പോഴേക്കും ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു ഭൂതം പ്രത്യക്ഷനായി. അദ്ദേഹം ഭയന്നു വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ ഭക്ഷിക്കുമോ? ആ ഭൂതം തന്റെ വായ തുറന്നുകൊണ്ട് അടുക്കാൻ തുടങ്ങി. യാത്രക്കാരൻ അവിടെ നിന്നും ഓടി. അദ്ദേഹം കുറേ ദൂരം ഓടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതെന്താണ്? ഈ കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചതാണോ അതോ സ്വപ്നമായിരുന്നോ? യാത്രക്കാരൻ ആശ്ചര്യപ്പെട്ടു. ഭഗവാൻ ഒരാളുടെ മനസ്സിലുള്ളത് നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? എല്ലായ്പ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുക. The wishing tree. A traveler was passing through a desert on a hot day. He was tired, feeling thirsty and hungry too. He needed a shady spot to rest for a while. He saw a big leafy tree and walked towards it. He felt glad and said to himself, I wish I had some water to drink now. Suddenly, he found a tumbler full of cold water on the ground right in front of him. He sat down there and drank all the water. Then he wished, I wish I had something to eat right here. Immediately, a variety of dishes appeared before him. He was under the shade of Kalpavriksha, a magical tree. That was the wishing tree. Whoever was under it would have whatever he wished for. The traveler enjoyed the delicious food and now he felt drowsy. He wished for a nice bed and it was granted. He stretched himself comfortably on the soft mattress. His legs were paining as he had walked a long distance. He hoped that someone would massage his feet. Immediately, a young lady appeared near his feet.
She started massaging his feet and legs. He soon fell asleep. After some time, he woke up. The lady was still sitting beside him. He now started thinking differently. How can things happen like this? Can I have things I wished for by merely asking for them? Is it some kind of a trick played by a magic demon? He doubted. Oh, a true demon appeared in place of a nice lady. The demon was laughing mischievously at him. The traveler said to himself, "Is he going to eat me up?" Within no time, the demon started leaping at him with his mouth wide open. The frightened traveler took to his heels and ran away. He ran and ran for a long time. When he looked back, there was no demon. What is all this? Did things really happen, or was it all merely a dream? The traveler started wondering. I think God grants what one wishes for. Saying this, he resumed his journey. Moral: the moral of the story is always wish for good and good will happen to you. അത്യാഗ്രഹിയായ എലി. അത്യാഗ്രഹിയായ ഒരു എലി ധാന്യം നിറച്ച ഒരു കുട്ട കണ്ടു. അവൻ അതിലുള്ള ധാന്യം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ കുട്ടയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. ദ്വാരത്തിലൂടെ അകത്ത് കയറി ധാരാളം ധാന്യങ്ങൾ കഴിച്ചു. അവന് നല്ല സന്തോഷം തോന്നി. വയറു നിറഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് വരാൻ നോക്കി. എന്നാൽ അവന്റെ വയറു നിറഞ്ഞതിനാൽ അവന് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവൻ കുറെ ശ്രമിച്ചു, എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അതിലെ ഒരു മുയൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. മുയൽ എലിയുടെ നിലവിളി കേട്ട് ചോദിച്ചു, "നീ എന്തിനാ കരയുന്നത് സുഹൃത്തേ?" എലി വിശദീകരിച്ചു, "ഞാനൊരു ചെറിയ ദ്വാരമുണ്ടാക്കി ഈ കുട്ടയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇപ്പോഴെനിക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല." മുയൽ പറഞ്ഞു, "നീ അമിതമായി ധാന്യങ്ങൾ കഴിച്ചത് കൊണ്ടാണ്. നിന്റെ വയർ ചുരുങ്ങുന്നത് വരെ നീ കാത്തിരിക്കൂ." മുയൽ ചിരിച്ചുകൊണ്ട് കടന്നുപോയി. തൊട്ടടുത്ത ദിവസം രാവിലെ അവന്റെ വയർ ചുരുങ്ങി. എന്നാൽ കുറച്ചുകൂടി ധാന്യം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. ധാന്യം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം മറന്നുപോയി. അവൻ കുറേ ധാന്യം കഴിച്ചു. അവന്റെ വയർ ശരിക്കും വലുതായി. ഭക്ഷണം കഴിച്ച ശേഷം അവന് രക്ഷപ്പെടണമെന്ന് ഓർത്തു. പക്ഷെ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, എന്നാൽ ഇനി നാളെ പോകാം. അങ്ങനെ അതിലെ ഒരു പൂച്ച കടന്നു പോവുകയുണ്ടായി. പൂച്ചയ്ക്ക് കുട്ടയിലെ എലിയെ മണത്തു. അവൻ കുട്ടയിൽ കയറി എലിയെ തന്റെ ഭക്ഷണമാക്കി. ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത്യാഗ്രഹം ആപത്ത്. സിംഹവും മരം വെട്ടുകാരനും. ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. ആ കാട്ടിലെ രാജാവായിരുന്നു സിംഹം. ആ സിംഹത്തിന്റെ 2 കൂട്ടുകാരായിരുന്നു കാക്കയും കുറുക്കനും. അവർ രണ്ടുപേരും സിംഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. സിംഹം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ രണ്ടുപേരും കഴിക്കും. കാടിന് തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു. മരം വെട്ടുകാരൻ എല്ലാ ദിവസവും അവന്റെ മഴുവുമായി കാട്ടിൽ പോകുമായിരുന്നു. ഒരു ദിവസം മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടുകയായിരുന്നു.
പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സിംഹം അവനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കണ്ട ഉടനെ ബുദ്ധിമാനായ മരംവെട്ടുകാരൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, സന്തോഷം രാജാവേ, ഈ കാട്ടിലെ രാജാവായ അങ്ങയെ കണ്ടതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. സിംഹത്തിന് ആശ്ചര്യമായി. എന്നെ കണ്ടതിൽ നിങ്ങൾക്ക് സന്തോഷമോ? നിങ്ങൾ എന്നെ ഭയപ്പെടുന്നില്ലേ? ഇത് കേട്ട് മരംവെട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്റെ ഭാര്യ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവൾ തയ്യാറാക്കിയ പച്ചക്കറികൾ അങ്ങേക്ക് ഇഷ്ടമാവും. അപ്പോൾ സിംഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ഞാൻ മാംസാഹാരം മാത്രമേ കഴിക്കൂ എന്ന്. അപ്പോൾ മരംവെട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാര്യ തയ്യാറാക്കിയ പച്ചക്കറികൾ കഴിച്ചാൽ പിന്നീട് മാംസാഹാരം കഴിക്കില്ല. സിംഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനാൽ മരംവെട്ടുകാരന്റെ ക്ഷണം സ്വീകരിച്ചു. സിംഹം കരുതി, ഇന്ന് എന്റെ കൂടെ കുറുക്കനും കാക്കയും ഇല്ലാഞ്ഞത് നന്നായി. അവർ എന്നെ കളിയാക്കുമായിരുന്നു. സിംഹത്തിന് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രുചികരമായ ഭക്ഷണം. ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത്രയേറെ നല്ല ഭക്ഷണം. മരംവെട്ടുകാരൻ പറഞ്ഞു, അങ്ങേക്ക് സ്വാഗതം. എല്ലാ ദിവസവും എന്റെ കൂടെ ഭക്ഷണം കഴിക്കാം. എന്നാൽ ആരും തന്നെ അറിയരുത് നമ്മൾ തമ്മിലുള്ള സൗഹൃദം. സിംഹം അത് സമ്മതിച്ചു. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ സിംഹം മരംവെട്ടുകാരന്റെ അടുത്ത് എത്തും. അവരുടെ സൗഹൃദം വളരെ ദൃഢമായിരുന്നു. കാക്കയ്ക്കും കുറുക്കനും ആകാംക്ഷയായി. എന്തുകൊണ്ടാണ് സിംഹം വേട്ടയാടൽ നിർത്തിയത്? സിംഹം വേട്ടയാടിയില്ല എങ്കിൽ നമ്മൾ പട്ടിണിയിലാവും, കുറുക്കൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സിംഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിക്കാം, കാക്ക പറഞ്ഞു. അടുത്ത ദിവസം കാക്കയും കുറുക്കനും സിംഹത്തെ പിന്തുടർന്നു. അവർ മരംവെട്ടുകാരന്റെ കൂടെ സിംഹം ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ഇതാണ് സിംഹം വേട്ട നിർത്തിയത്, കുറുക്കൻ കാക്കയോട് പറഞ്ഞു. നമുക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ സിംഹവും മരംവെട്ടുകാരനുമായുള്ള സുഹൃത്ത് ബന്ധം ഇല്ലാതാവണം. സിംഹം വൈകിട്ട് തന്റെ ഗുഹയിലേക്ക് വന്നപ്പോൾ കുറുക്കനും കാക്കയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സിംഹത്തോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഞങ്ങളെ മറന്നു. അങ്ങ് വേട്ടയാടൽ നിർത്തിയാൽ ഞങ്ങൾ പട്ടിണിയിലാവും. കേട്ട സിംഹം പറഞ്ഞു, ഞാൻ മാംസാഹാരം കഴിക്കുന്നത് നിർത്തി. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. അന്നു മുതലാണ് ഈ മാറ്റം വന്നത്. കാക്ക പറഞ്ഞു, ഞങ്ങളും ആ സുഹൃത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം മരംവെട്ടുകാരൻ തന്റെ സുഹൃത്തിനെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശബ്ദം കേട്ടത്. ബുദ്ധിമാനായ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരത്തിന്റെ മുകളിൽ കയറി. അദ്ദേഹം കണ്ടു, ദൂരെ നിന്ന് സിംഹവും കാക്കയും കുറുക്കനും ഒരുമിച്ച് വരുന്നത്. സിംഹവും സുഹൃത്തുക്കളുമായുള്ള എന്റെ സൗഹൃദം വളരെ കാലം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം തനിയെ പറഞ്ഞു. സിംഹം മരംവെട്ടുകാരനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, താഴേക്ക് വരൂ, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. ഞങ്ങളോടൊപ്പം കൂട്ടുകൂടൂ. മരംവെട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് നൽകിയ വാഗ്ദാനം മറന്നു. അങ്ങനെ വാഗ്ദാനം മറക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഭക്ഷണമാക്കുകയും ചെയ്യും. നമ്മുടെ സൗഹൃദം നിങ്ങൾ മറക്കുകയും ചെയ്യും. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? ഒരിക്കലും വാഗ്ദാനങ്ങൾ ലംഘിക്കരുത്. The Lion and the Woodcutter. There once lived a lion, the king of the forest. He was always accompanied by a jackal and a crow. They followed him everywhere and lived on the remains of his food. In a village close to the forest, there lived a woodcutter. Every day he would go into the forest with his axe to chop wood. One day, as the woodcutter
was busy chopping a tree, he heard a noise behind him. Turning around, he saw the lion look straight at him, ready to attack. The woodcutter was a clever man. He quickly said, "Greetings, king of the forest. It is a pleasure to meet you." The lion was surprised. "A pleasure to meet me? And you are not afraid of me? I respect you a lot, sir. I was hoping to meet you. You see, my wife is an excellent cook. I wanted you to taste her dal and vegetables." "Dal? Vegetables? Don't you know that I eat only flesh?" said the lion in surprise. "If you taste my wife's cooking, you will stop eating flesh," said the woodcutter proudly. The lion was very hungry and he accepted the woodcutter's food. "Good that the jackal and the crow are not with me today," thought the lion. "They would laugh at me." The lion was surprised to find that the food was indeed very tasty. "I have never eaten such good food," he said. "You are welcome to share my food every day, O king. But remember, no one should ever know about our friendship." The lion promised. Every day, the lion would eat lunch brought by the woodcutter, and their friendship grew stronger day by day. The crow and the jackal were anxious to know why the lion had stopped hunting. "We are going to starve to death if the lion does not hunt anymore," said the jackal. "You are right," said the crow. "Let us try to find out what has happened to the lion." The next day, they followed the lion from a safe distance and saw him eating the lunch the woodcutter brought for him. "So this is why the lion does not hunt anymore," said the jackal to the crow. "We have to get the lion to share his food with us. Then maybe we can break his friendship with the woodcutter and the lion will start hunting his prey again." When the lion came back to his den that evening, the crow and the jackal were waiting for him. "My lord, why have you forgotten us? Please let us all go hunting like we used to," pleaded the crow and the jackal. "No, I have given up eating flesh ever since I met a friend who changed me from my old days," said the lion. "We would also like to meet your friend," said the crow. On the following day, the woodcutter was as usual waiting for his friend the lion. Suddenly, he heard voices. The woodcutter was a very careful and clever man. He immediately climbed a tall tree. In the distance, he could see the lion approaching. With him were the crow and the jackal. "With those two around, my friendship with the lion will not last very long," he said to himself. The lion came near the tree and called out to the woodcutter, "Come down and join us. It is me, your friend." "But you have broken your promise to me. If those two can make you break a promise, then they can also make you kill me. You can forget our friendship." Moral: the moral of the story is, we should never break our promise.